ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പുരുഷന്മാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീകൾ പൊതുവെ പുറത്തെ പറയാതെ, അതായത് മറ്റുള്ളവരോടൊന്നും പറയാതെ അവരുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ? അത് എന്തൊക്കെയാണ് ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്? അതായത് അവർ സ്നേഹിക്കുന്ന ആളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ ഉള്ളിൽ ഇത്രയും ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചിന്തകൾ എന്നുള്ളത്. എന്നാൽ അവരത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെക്കുന്നുണ്ട്, ബട്ട് അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്ത്രീകൾ പൊതുവെ അവർ സ്നേഹിക്കുന്ന പുരുഷനോട് പറയാതെ എന്നാൽ താൻ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പുരുഷൻ എല്ലാം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ് വളരെ അധികം ഉണ്ടാവുന്ന ആളുകളാണ്. എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് അത് കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് സങ്കടം വരും, പെട്ടെന്ന് സന്തോഷം വരും. അപ്പോൾ എപ്പോഴാണ് അവരുടെ മൂഡ് ചേഞ്ച് ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര സാഡ് ആയിരിക്കും. പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ പലരും സാഡായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ എന്നെ മനസ്സിലാക്കണം, അതല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ അതല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കണം, ഇങ്ങനെയൊക്കെ ഇവർ വിചാരിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സമയത്ത് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം, എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളത് എൻ്റെ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ വിഷമിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്നുള്ളത് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെ മിക്ക സ്ത്രീകളും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം ഒന്നും നടക്കണമെന്നില്ല. മിക്കവർക്കും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടക്കാറില്ല എന്നുള്ളതാണ്. കാരണം ചില സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അതായത് ചെറിയൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ സൈലൻ്റ് ആവുക, വിഷമം വന്നു കഴിഞ്ഞാൽ സൈലൻ്റ് ആവുക. അപ്പോൾ അവരുടെ പാർട്ട്ണർക്ക് ഇത് കണ്ട് മടുത്തു. അതായത് എപ്പോഴും സ്ഥിരമായിട്ട് ഈ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ പോകുന്നില്ല എന്ന് പറഞ്ഞ് അത് കുറച്ച് ശരിയായിക്കോളും എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി വിചാരിക്കുന്നുണ്ടാവുക, ആ സ്ത്രീ വിചാരിക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഞാൻ സൈലൻ്റ് ആയിരിക്കുന്നതിന് കാരണം എൻ്റെ പാർട്ണർ മനസ്സിലാക്കണം, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നവരുണ്ട്. പാർട്ട്ണറുടെ സ്നേഹം കിട്ടണം എന്ന് വിചാരിച്ചിട്ടോ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പലതും ചെയ്യുന്നവരുണ്ട്. പക്ഷെ പാർട്ട്നേഴ്സ് അത് ശ്രദ്ധിക്കാറില്ല ചില ആളുകളുടെ കേസിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാതെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതിപ്പോൾ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും എന്ന് കരുതി വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലാട്ട് ഉദ്ദേശിക്കുന്നത്, കുഞ്ഞു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത്, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത്, അവർ ഇമോഷണലി ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ ആൾക്കൊരു വിഷമമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സേഫ് ആയിട്ട് തോന്നുന്ന ഒരു പ്ലേസ് ആയിരിക്കണം എൻ്റെ പാർട്ട്ണർ എന്നുള്ളതാണ്. അതായത് സേഫ് ആയിട്ട് തോന്നുന്ന പറയുമ്പോൾ ഇമോഷണലി ആൾക്ക് എപ്പോഴും ഒരു സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാണ്. നമുക്ക് വിഷമം വരുന്ന സമയത്ത് ആളുടെ കൂടെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആവണം, ഇങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവും. അത് മിക്ക ലേഡീസിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവില്ലേ? ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു വിഷമം പകുതിയോളം കുറഞ്ഞു കിട്ടും. അങ്ങനെ കുറയുന്നതിൻ്റെ ആ ഒരു എന്താണ് മാജിക് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയണ്ടാവില്ല. പക്ഷെ സൈക്കോളജി പറയുന്നത് ശരിക്കും നമുക്ക് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷമം പകുതിയോളം കുറയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക ആ കാര്യം തന്നെയാണ്. എനിക്ക് സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കണം എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത്. എന്നെ ജഡ്ജ് ചെയ്യാതെ, അതായത് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ സ്നേഹിക്കുന്ന, എപ്പോഴും എനിക്ക് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കണം എൻ്റെ പാർട്ട്ണർ എന്നുള്ളത് എല്ലാ സ്ത്രീയും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്, ആളുടെ കുറവുകൾ നോക്കിയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒന്നും ചെയ്യരുത്. അതേപോലെ സപ്പോർട്ട് ചെയ്യാം, മാക്സിമം പറ്റുന്ന പോലെ ആളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അവരുടെ ഏറ്റവും സേഫ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ശ്രമിക്കുക. അത് ഒട്ടുമിക്ക സ്ത്രീകളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന, അതായത് ലേഡീസ് പൊതുവെ ചിന്തിക്കുന്നത് ഞാൻ പറയുന്ന വളരെ കുഞ്ഞു കാര്യങ്ങൾ പോലും അവർ കേട്ടിരിക്കണം എന്നുള്ളതാണ്. അത് എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അതായത് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വായുണ്ട്, സംസാരിക്കും, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചാൾ കൂടി നിൽക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് വലിയ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നു. അപ്പോൾ പൊതുവെ ഇപ്പം വല്ലാണ്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, എല്ലാം പറയാം. അങ്ങനെയാണെങ്കിൽ പോലും പലയിടത്തും ഇപ്പോഴും അവർക്ക് വല്ലാണ്ടൊന്നും സംസാരിക്കാൻ പറ്റാറില്ല.
ഇപ്പോൾ വലിയ വലിയ ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യത്തിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കുറേ പേർക്ക്. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം എൻ്റെ പാർട്ട്ണർ എന്നുള്ളതാണ്. മാത്രമല്ല സ്ത്രീകൾക്കില്ലേ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു ദിവസം അവർക്ക് ഇത്രയും സംസാരിക്കാനുണ്ടാവുള്ളൂ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ അവർക്ക് പറഞ്ഞു തീർക്കണം. പറഞ്ഞു തീർക്കാനുള്ള ഒരാളാണ് നമ്മുടെ പാർട്ട്ണർ എന്നുള്ളതാണ് മിക്കവരും വിചാരിക്കുക. എന്ന് കരുതിയത് മാത്രമാണ് നിങ്ങളുടെ പണി എന്നല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതുകൂടി കേൾക്കണം എന്നവർ ആഗ്രഹിക്കാറുണ്ട്. മറ്റാരോടും അവരങ്ങനെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ടാവില്ല. ഏതൊക്കെ ആളുകളുണ്ടെങ്കിലും എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഓക്കെ അവരോടൊക്കെ സംസാരിക്കാം, നോർമൽ ടോക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങളോട് അങ്ങനെയല്ല. അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവരിങ്ങനെ മൈൻഡിൽ വെക്കും. ഇത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ 100 കാര്യങ്ങൾ അവർ മനസ്സിൽ വെക്കുന്നുണ്ടാവും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാ തിരക്കും മാറ്റി വെച്ച് നിങ്ങളടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അയ്യോ എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് എനിക്ക് അത്ര തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. അത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചെടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി ഒന്നും മിണ്ടാതിരിക്കുക. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അതിൻ്റെ ഇടയിലാണോ നിനക്ക് ഇങ്ങനെ ഈ ആനക്കാര്യത്തിൻ്റെ ഇടയിലാണോ ചേനക്കാര്യം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പറയാതിരിക്കുക. അവർക്ക് പറയാനുള്ള കാര്യം അവർ പറയട്ടെ, കുറച്ച് സമയമല്ലേ, ഒരു 10 മിനിറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ അത്ര തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം എനിക്ക് തിരക്കുണ്ട് പക്ഷെ കുഴപ്പമില്ല, നീ ഒരു 10 മിനിറ്റ് അല്ലേ നീ സംസാരിച്ചോ, ഞാൻ കേൾക്കാം എന്ന് പറയുകയാണെങ്കിലല്ലേ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്ത അവർക്ക് വരും. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക. ഇനി 4മത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ലേഡീസിൽ നിന്ന് എന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കണം എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പേഴ്സൺ കാണേണ്ടത്. അങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് എല്ലാ ലേഡീസും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറയാം. എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ നമ്മുടെ പാർട്ട്ണർ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. അത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എവിടേക്കോ എത്തും. അതായത് ഞാൻ എന്തൊക്കെയാണെന്നൊക്കെ ഒരു സംഭവം വരും. അങ്ങനെ വരുന്നത് അത് ശരിക്കും അവർക്ക് സന്തോഷം ഉണ്ടാകുന്നതാ. പല പുരുഷന്മാരും അങ്ങനെ പറയാറില്ല. പക്ഷെ സ്ത്രീകളുടെ മനസ്സിലൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ട്, നീ ബാക്കിയുള്ള ലേഡീസിനെ പോലെ നല്ല കേട്ടോ, നീ ഭയങ്കര ഡിഫറെൻ്റ്, നീ ഭയങ്കര സ്പെഷ്യലാണ്, നിന്നെ കിട്ടിയത് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, എൻ്റെ ഭാഗ്യമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കാം, നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ കൂടി വരും. കാരണം ഇത് അവരാഗ്രഹിക്കുന്ന ഭയങ്കര അത്രയും അവർ വാല്യൂ നൽകുന്ന വാക്കുകളാണിത്. അപ്പോൾ ഇത് നിങ്ങളുടെ വായിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എല്ലാ സ്ത്രീകളെയും പോലെ അല്ല നീ കുറച്ച് സ്പെഷ്യൽ ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇവർ ഭയങ്കര ദേഷ്യമുള്ള ആളായിരിക്കും, ഭയങ്കരമായിട്ട് ചിലപ്പോൾ നിങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും. മേ ബി അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്ക്, ആൾ ദേഷ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ദേഷ്യം കുറഞ്ഞു വരും. അതേപോലെ നിങ്ങളോട് ഭയങ്കര മോശമായിട്ടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ കുറയും. അങ്ങനെയൊക്കെ കുറയ്ക്കാനും മാറ്റം വരുത്താനൊക്കെ ഉള്ളൊരു കഴിവ് ഈ വാക്കുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം വാക്കുകൾ പറഞ്ഞു കേൾക്കണം എന്നുള്ളത് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് ബാക്കിയുള്ളവരിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആളെ കാണുക, ആ രീതിയിൽ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും എന്നെ മറക്കരുത് എന്നുള്ളതാണ്. അത് പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലല്ലേ, അവരിപ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകം ആ ഒരു ജോബ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് ആണ്. അതിൻ്റെ ഇടയിൽ വീട്ടിലത്തെ കാര്യമൊന്നും അല്ലാണ്ട് ഓർക്കാൻ അവർക്ക് പറ്റാറില്ല. ഒരേ സമയം ഒരു ജോലി മാത്രം ചെയ്യാൻ കഴിയുന്നവരാണ് പുരുഷന്മാരെന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഫ്രീ കിട്ടുന്ന ടൈമിലാണ് ചിലപ്പോൾ തൻ്റെ പാർട്ട്ണറെ കുറിച്ചോ വീട്ടിലുള്ള ആളുകളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടാവാം. അതല്ലാതെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് പണിയെടുക്കാനുള്ള കഴിവ് പുരുഷന്മാർക്കും അല്ലാണ്ട് അങ്ങനെ ഇല്ല. അതാണ് വാസ്തവം. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് ഒരേ സമയം ജോലി ചെയ്യാനും പറ്റും, പല കാര്യങ്ങളും ചിന്തിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ കഴിയുന്ന ആളുകളാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ എത്ര തിരക്കുള്ള ആളാണെങ്കിലും എന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം, എന്നെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം, എന്നെ മറക്കാനേ പാടില്ല എന്ന് വിചാരിക്കും. അതേപോലെ എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ അവരെ വിളിക്കണം, മെസ്സേജ് അയക്കണം, ഇതൊക്കെ അവർ ആഗ്രഹിക്കും. അതായത് നിങ്ങളുടെ തിരക്കിൻ്റെ ഇടയിലും അവർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം, നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടണം, ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇതൊക്കെ തെറ്റ് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊക്കെ നോർമലി എല്ലാവരും ഈ സ്നേഹിക്കുന്ന ടൈമിലാണെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ പൊതുവേ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, ചില സ്ത്രീകൾ പറഞ്ഞിട്ടും ഉണ്ടാവാം. അതായത് കുറേ പേര് പറയാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ കുറേ പേര് പറയാതെ ഇരിക്കാം. അപ്പോൾ പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകൾ തൻ്റെ പാർട്ട്ണറോട് പറയാതെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന, റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ 4-5 പോയിന്റ്സേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ തന്നെയാണുള്ളത്. ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, പക്ഷേ ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു പെരുമാറിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അറിഞ്ഞു പെരുമാറാൻ എങ്ങനെയാണ് പറ്റുക, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയൊന്നും പറ്റണമെന്നില്ല. പക്ഷെ നിങ്ങൾ അവരെ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് നോക്ക്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കി നോക്ക്. അത് മതിയാവും അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വലിയ വലിയ ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്നും അല്ല അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അവരാഗ്രഹിക്കുന്ന വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ. ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് കെയർ ചെയ്യുക, അവരെക്കുറിച്ച് അന്വേഷിക്കുക, ഇങ്ങനെയൊക്കെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക, കുറ്റം പറയാതിരിക്കുക, എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നല്ലത് പറയുക. ഇതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് സന്തോഷമാവും, നിങ്ങളെ അതേപോലെ സ്നേഹിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അതേപോലെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാം, പക്ഷേ അത് നിങ്ങളാൽ ഒതുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളായിട്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട. നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.